ഡൽഹിയുടെ തെരുവുകളിൽ ജീവൻ കാക്കുന്ന ഒരു കാവൽ മനുഷ്യനുണ്ട്, സൂരജ് പ്രകാശ് വൈദ്യ. അപകടങ്ങളിൽപ്പെട്ട് പരിക്കേറ്റവരുടെ ജീവൻ രക്ഷിക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന അദ്ദേഹം ഇതുവരെ 200-ലധികം ജീവനുകളാണ് രക്ഷിച്ചിട്ടുള്ളത്. ഒരു ടാക്സി ഡ്രൈവറായിരുന്ന സൂരജ് പ്രകാശിന്റെ ജീവിതം മാറി മറിയുന്നത് 1986-ലാണ്. ഡൽഹിയിലെ വികാസ് മാർഗിൽ ഒരു സ്ത്രീ റോഡപകടത്തിൽ ചോരയൊലിപ്പിച്ച് കിടക്കുന്നത് അദ്ദേഹം കണ്ടു. വഴിപോക്കരും ചുറ്റുമുള്ളവരും സഹായത്തിനെത്താതെ നോക്കി നിന്ന ആ ദയനീയ ദൃശ്യം അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉലച്ചു. അന്ന് ആ സ്ത്രീയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനും രക്ഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ആ സംഭവത്തോടെ റോഡപകടങ്ങളിൽ പെടുന്ന മനുഷ്യരെ രക്ഷിക്കുക എന്നത് തന്റെ ജീവിത ദൗത്യമാണെന്ന് സൂരജ് പ്രകാശ് വൈദ്യ തീരുമാനിച്ചു. ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾഡൻ അവർ. അപകടം നടന്ന് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ കൃത്യമായ ചികിത്സ ലഭിച്ചാൽ പരിക്കേറ്റയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂരജ് പ്രകാശ് വൈദ്യ ഈ സുവർണ മണിക്കൂറുകളെയാണ് ലക്ഷ്യമിടുന്നത്. തന്റെ സ്കൂട്ടറിൽ എപ്പോഴും ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റുമായി അദ്ദേഹം ഡൽഹിയിലെ റോഡുകളിൽ പട്രോളിംഗ് നടത്തുന്നു. അപകട വിവരം അറിഞ്ഞാലുടൻ ആംബുലൻസ് എത്തുന്നതിനായി കാത്തു നിൽക്കാതെ അവരെ സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ കയറ്റി തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ എത്തിക്കുന്നു. പോലീസിനും ആംബുലൻസ് സർവീസുകൾക്കും ടാക്സി യൂണിയനുകൾക്കും അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ മനഃപ്പാടമാണ്. ഏത് സമയത്ത് വിളിച്ചാലും ആ മനുഷ്യൻ സഹായത്തിനെത്തും. ഡൽഹിയിലെ പ്രാദേശിക ടാക്സി ഡ്രൈവർമാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ അദ്ദേഹം സജീവമായി പരിശീലനം നൽകുന്നുണ്ട്. ഇതിലൂടെ റോഡുകളിൽ ഒരു വലിയ സുരക്ഷാ ശൃംഖലയാണ് അദ്ദേഹം കെട്ടിപ്പടുക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ മാത്രമല്ല, FIR ഫയൽ ചെയ്യാനും അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കോടതിയിൽ സാക്ഷി പറയാനും അദ്ദേഹം കൂടെ ഉണ്ടാകും. കേന്ദ്ര ഗതാഗത മന്ത്രാലയം റോഡ് സുരക്ഷാ അവാർഡ് നൽകി 2002-ൽ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കൂടാതെ ഡൽഹി പോലീസിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നിരവധി പ്രശംസാ പത്രങ്ങളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. ഏറ്റവും ഒടുവിലായി 2024 ഡിസംബറിൽ അദ്ദേഹത്തിന് റോഡ് സുരക്ഷാ രംഗത്തെ വിശിഷ്ട സേവനത്തിന് ചീസ്ത കൊച്ചാർ ഗുഡ് സമരിറ്റൻ അവാർഡ് സമ്മാനിക്കപ്പെടുകയുണ്ടായി. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ PhD വിദ്യാർത്ഥിനിയായിരുന്ന ചീസ്ത കൊച്ചാർ 2024 മാർച്ചിൽ ലണ്ടനിൽ വെച്ചുണ്ടായ ഒരു ദൗർഭാഗ്യകരമായ റോഡപകടത്തിലാണ് മരണപ്പെടുന്നത്. ഡൽഹി സർക്കാരിന്റെ കീഴിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അവരുടെ ഓർമ്മയ്ക്കായി കുടുംബം രൂപീകരിച്ചതാണ് ചീസ്ത കൊച്ചാർ ഗുഡ് സമരിറ്റൻ ഫൗണ്ടേഷൻ. റോഡപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ നിസ്വാർത്ഥമായി മുന്നോട്ട് വരുന്ന മനുഷ്യരെ ആദരിക്കുന്നതിനായി അവർ ഏർപ്പെടുത്തിയ ആദ്യത്തെ അവാർഡ് തന്നെയാണ് സൂരജ് പ്രകാശ് വൈദ്യന് സമ്മാനിക്കപ്പെട്ടത്. തുകയായി 1 ലക്ഷം രൂപയും ഈ പുരസ്കാരത്തോടൊപ്പം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 73 വയസ്സുകാരനായ ഈ മനുഷ്യൻ കഴിഞ്ഞ 40 വർഷമായി ഡൽഹിയിലെ റോഡുകളിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് താങ്ങായി നിലകൊള്ളുകയാണ്. അത് നിസ്സാരമല്ല. പ്രയാസമെന്ന് വന്നാൽ മനുഷ്യർക്ക് മനുഷ്യരുണ്ടാകണമെന്ന മികച്ച സന്ദേശമാണ്. അപകടത്തിൽപ്പെട്ട ഒരാളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചാൽ ഒരു കുടുംബത്തിന്റെ കണ്ണീരാണ് നമ്മൾ തുടയ്ക്കുന്നത്. അതിനേക്കാൾ വലിയൊരു സംതൃപ്തി മറ്റൊന്നിനുമില്ല. സൂരജ് പ്രകാശ് വൈദ്യ.